ആദ്യം ഓമിൻ്റെ റൂമിലെത്തിയപ്പോൾ ഓം എന്തോ ചിന്തയോടെ ബെഡിലിരിക്കുകയായിരുന്നു. അവൾ അകത്തേക്ക് കയറി ഒന്ന് മുരടനക്കി ശബ്ദമുണ്ടാക്കി. നീ വന്നോ? എങ്കിൽ ആ ഡോറ് ക്ലോസ് ചെയ്ത് ഇനി വന്നേ. അത്രയും പറഞ്ഞുകൊണ്ട് ഓം ഒന്ന് എഴുന്നേറ്റു. അതിന് ഡോറ് ക്ലോസ് ചെയ്യുന്നതിന് ഡോറ് തുറന്നു കിടന്നോട്ടെ, ചാരിയിട്ടേക്കാം. സംസാരിക്കാനുള്ളത് സംസാരിച്ചപ്പോരെ. നിനക്കെന്താ പറഞ്ഞത് കേൾക്കാൻ വയ്യേ? ഡോറ് ക്ലോസ് ചെയ്തിഞ്ഞ് വാടി. ഓമിൻ്റെ ശബ്ദം അല്പം കനത്തതും കുട്ടി പെട്ടെന്ന് തന്നെ പറഞ്ഞതങ്ങ് അനുസരിച്ച്. എന്നിട്ട് നല്ല കുട്ടിയായി അവൻ്റെ മുന്നിൽ ചെന്നിരുന്നു. എന്തിനാ വിളിച്ചേ? ഓ, തമ്പുരാട്ടിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു, അതിനു വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. കണ്ടല്ലോ, ഇനി ഞാൻ പൊക്കോട്ടെ. അവിടെ നിൽക്കടി, നിന്നോട് വിളിച്ച കാര്യം പറയണ്ടേ? നിനക്കൊരു കാര്യം അറിയോ? എന്താ? എനിക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷത്തിന് കാരണക്കാരാവുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാരായിക്കോട്ടെ, ഒരു കൊച്ചു കുട്ടി ആയാൽ പോലും അവളെ ഞാൻ സന്തോഷിപ്പിക്കും. അതാണ് എൻ്റെ ശീലം. ഓ, ഇന്നെന്താണാവോ സന്തോഷിക്കാൻ കാരണം? ഇന്ന് നിൻ്റെ വായിൽ നിന്നും വീണ ഓരോ വാക്കുകളും എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അതിന് നിനക്ക് ചെറിയൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിപ്പിച്ചത്. ഗിഫ്റ്റോ? എന്നാ തന്നേക്ക്. അവൾ 2 കൈയും അവൻ്റെ മുന്നിലേക്ക് നീട്ടി. അയ്യ, കയ്യിൽ തരുന്നതല്ല, ഇതാരും കാണാൻ പാടില്ല. എന്തോന്ന്? ആരും കാണാൻ പാടില്ല ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റ്. അതെന്തൊരു ഗിഫ്റ്റാ? അത് ഞാൻ കാണിച്ച. അത്രയും പറഞ്ഞുകൊണ്ട് അവർ ഓരോ ചുവടും അവൾ കരികിലേക്ക് വെച്ചതും അവൾ ഓരോ ചുവടും പിന്നിലേക്ക് വെച്ച്. നിങ്ങൾ അവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നേ? അടുത്തോട്ട് വരേണ്ട ആവശ്യമുണ്ട്, ദൂരെ എന്ന് പറഞ്ഞാൽ പോരെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പിന്നിലേക്ക് നടന്ന്. അല്ലെങ്കിൽ ഫങ്ഷൻ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് തന്നാൽ മതി, എനിക്ക് ധൃതിയില്ല. ഹേയ്, നീ എന്നോട് ചോദിച്ചല്ലേ ഇനി തന്നേക്കാൻ. അതിന് പിന്നെ തന്നില്ലെങ്കിൽ നിനക്ക് വിഷമാവില്ലേ? എനിക്ക് ഒരു വിഷമവും ഇല്ല, കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവൾ ഡോർ തുറക്കാൻ പോയതും അവൻ ഡോർ വീണ്ടും പിടിച്ച് ലോക്ക് ചെയ്ത് അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവളുടെ ഇരുവശങ്ങളിലായി കൈ കുത്തി നിർത്തി അവൻ്റെ മുഖം അവളുടെ മുഖത്തോട്ട് അടുപ്പിച്ച് അവളുടെ കാതോരം ചെന്ന്. ആദി, അവളുടെ ശബ്ദം ഒന്ന് കനത്തു. അവളൊന്ന് പേടിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനി പറ, ക്രിസ്റ്റിക്ക് നീ എന്ത് വഴിയാണ് പറഞ്ഞു കൊടുത്തത്? എന്ത്? ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. നീ കൂടുതൽ പൊട്ടം കളിക്കാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നീയാ ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് നല്ല വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്നുണ്ടോ അതോ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? അല്ല, ഞാനല്ല, രുദ്രൻ എന്തോ പറഞ്ഞു കൊടുത്തത്. പിന്നെ നീ പറഞ്ഞതൊന്നും മുമ്പേ? അത് ഞാൻ വെറുതെ പറഞ്ഞ, ചുമ്മാ തട്ടിവിട്ടത്. അതല്ലേ രുദ്രൻ അവിടെ നിന്നും പോയത്. ഓ, അന്നേരം മോളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലേ? ഇന്നവൻ എന്നോട് കാര്യം പറയുമ്പോൾ നീ വല്ലതും പറഞ്ഞു കൊടുത്തേ എന്നറിഞ്ഞാൽ അതിനുള്ള പണിഷ്മെൻറ്റ് തിങ്കളാഴ്ച രാത്രിയിലായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. തിങ്കളാഴ്ചയോ? അന്നെന്തോ പ്രത്യേകത? അന്ന് പ്രത്യേകത എന്തോന്ന് അന്ന് നിനക്ക് മനസ്സിലാവും. ഓക്കേ? അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഇരുവശത്തു നിന്നുള്ള കൈയെടുത്ത് മാറ്റിയതും അവൾ ആഞ്ഞൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. എന്താടി? ഓം തിരിഞ്ഞു നിന്ന് അവളോട്, ഒന്നുമില്ല, എൻ്റെ ഭഗവാനെ, കടുവക്കൂട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അത്രയും പറഞ്ഞ് തിരിഞ്ഞതും അവളുടെ കൈകൾ പിടിമുറുക്കിയിരുന്നു. പിടിച്ച് വലിച്ച് ഓം തന്നോട് ചേർത്ത് അതേസമയം തന്നെ അവൻ്റെ കൈകൾ ചുരിദാറിൻ്റെ വിടവിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നു. അവൻ്റെ കൈകളുടെ ചൂട് അവളുടെ ശരീരത്തറിഞ്ഞതും അവൾ ഒന്ന് വെട്ടി വിറച്ചു. എന്താടി പെണ്ണെ, നിൻ്റെ പേടി ഇപ്പോഴും മാറിയില്ലേ? ഇങ്ങനെയാന്നേ നീ എങ്ങനെ എൻ്റെ കൂടെ? അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം കുറച്ചുകൂടി താന്ന് അവളുടെ മുഖത്ത് നേരെ വന്ന് അവൻ്റെ ശ്വാസം അവളുടെ മുഖത്തടിക്കാൻ തുടങ്ങിയതും അവൾ നിന്നും വിയർക്കാനും തുടങ്ങി. എന്താ അതി നീ നിന്ന് വിയർക്കുന്നേ? ഒന്നുമില്ല, നിങ്ങൾ എന്നെ ഒന്ന് വിട്ടേ. അങ്ങനെ വിടാൻ വേണ്ടിയാണോ ആദി ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്? പിന്നെ എനിക്ക് സ്വന്തമായുള്ള ഒരേ ഒരു പ്രോപ്പർട്ടി നീയല്ലേ. അന്നേരം നിന്നിൽ നിന്ന് എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചല്ലേ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ആ പ്രതീക്ഷിച്ച
സാധനം എനിക്ക് കിട്ടാം, ഞാൻ എങ്ങനെ നിന്നെ വിടും? സാധനം എന്ത്? അത് ഞാനിപ്പോൾ എടുത്തിട്ട് നിന്നോട് പറഞ്ഞുതരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടുകൾ അവൻ സ്വന്തമാക്കി. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവളുടെ ചുണ്ടുകൾ അവൻ സ്വതന്ത്രമാക്കി അവളെ ഒന്ന് നോക്കി. കണ്ണുകൾ അടച്ച് തൻ്റെ ചുംബനം ആസ്വദിച്ച് നിൽക്കുകയാണ് ആദി. ആദിയുടെ മുഖത്തേക്ക് അവന് നോതി. അവൾ പതിയെ കണ്ണു തുറന്നു. അപ്പോഴാണ് അവൾ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന ഓമിനെ. എന്താ? ഒന്നുമില്ല മോള് പോയി പെട്ടെന്ന് ഫ്രഷായി. ഇനി നീ ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്നാലേ ചിലപ്പം നമ്മൾ രണ്ടും പോകത്തില്ല. തിങ്കളാഴ്ചത്തെ വിവാഹം ചിലപ്പം നാളെ തന്നെ നടത്തേണ്ടി വരും. അത്രയും പറഞ്ഞുകൊണ്ട് ആദിയെ വിട്ടുകൊണ്ട് ഓം മാറി നിന്നു. അപ്പോഴും ആദി അവൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഡി, നിന്നോടില്ലേ പോയി റെഡിയാവാൻ പറഞ്ഞു. അവൻ്റെ അലർച്ച കേട്ടത് അവൾ ഞെട്ടി വിറച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ഇതെന്ത് കാട്ടുമാക്കാനാ കാലമാടെ? പിടിച്ച ചുമ്മിച്ചവും പോരാഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കുകയും കൂടെ ചെയ്യുന്നു. അതിനുള്ള പണിയെല്ലാം ഞാൻ തിങ്കളാഴ്ച വെച്ചിട്ടുണ്ട്. അല്ല, അയാൾ തിങ്കളാഴ്ച എനിക്ക് ഏതാണ്ട് വെച്ചേക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇനി ഇത് വല്ലതും ഉദ്ദേശിച്ചാണോ? എന്തായാലും ആദ്യം നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത്. അങ്ങേരി എന്തൊക്കെയോ കണക്ക് കൂട്ടിയാ നിൻ്റെ അടുത്തേക്ക് തിങ്കളാഴ്ച വരുന്നത്. ബി കെയർഫുൾ. അത്രയും സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ഫ്രഷ് അവനകത്തേക്ക് കയറി. ഓമിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് രുദ്രൻ ഓടി തൻ്റെ റൂമിൽ കയറി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൻ റൂമിലിരിക്കുന്ന ഓമിനെ കാണുന്നത്. ഏട്ടൻ എന്താ ഇവിടെ? ഓ, ചുമ്മാ ഇതുവഴി പോയപ്പോൾ നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നീ ഫ്രഷായോ? ആ, ഫ്രഷായി. ക്രിസ്റ്റിയുടെ വീട്ടിൽ പോകണ്ടേ? റെഡിയായോ? ഇല്ലേട്ടാ, റെഡിയാവാൻ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചപ്പോൾ ഉണ്ട്. അത് ഒന്ന് ഇട്ടാൽ മതി, റെഡിയാ. അന്നേരം ഇറങ്ങാം നമുക്ക്. ഓക്കെ, ഇനിയിപ്പം ഇതിപ്പം 2-2:30, നമുക്കൊരു 4 മണിയാകുമ്പോഴത്തേക്ക് പോയാൽ മതി അങ്ങോട്ട്. അന്നേരത്തേക്ക് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നേരം ഒരുപാട് സമയം ഇതിനിടയ്ക്ക്. മോനിഞ്ഞ് വന്നേ. ദൈവമേ, കടുവ കൂട്ടി ചെന്ന് കയറുക. ഇങ്ങനെ ഇനി എന്തിനാണോ വന്നത്? അവൻ അത്രയും പിറുപിറുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ ഏട്ടാ? ഏയ്, ഒന്നുമില്ല. മോനിവിടെ നിന്ന് ഇരുന്നേ. ഓം അവിടെ നിന്നും എഴുന്നേറ്റ് മെല്ലെ ചെന്ന് ഡോർ അങ്ങ് ലോക്ക് ചെയ്തു. രുദ്രൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ്. എന്തിനാ ഏട്ടാ ഡോർ ലോക്ക് ചെയ്യുന്ന? ഓഹ്, എന്താ നിഷ്കളങ്കത! എൻ്റെ രുദ്ര, നീ ഇങ്ങനെ നിഷ്കുഭാവത്തിൽ നിൽക്കാതെ, എനിക്ക് പാവം തോന്നും. ഓം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏട്ടാ, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്നും ചെയ്തില്ല. നിൻ്റെ ക്രൈം പാർട്ട്ണറെ പിടിച്ചപ്പം കാര്യങ്ങൾ മണി പോലെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് വിദ്യ ക്രിസ്റ്റിക്ക് പറഞ്ഞു കൊടുത്തതെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ കൊള്ളാം. അത് ഏട്ടൻ എന്നെ തല്ലുവോ? ഞാനെന്തിനാ തല്ലുന്നത്? നീ പറ. നീ പറയുന്നത് കേട്ടതിന് ശേഷം തല്ലണോ കൊല്ലണോ തിന്നണോ എന്ന് ഞാൻ തീരുമാനിക്കാം. ഓക്കെ? അതുകൊണ്ട് മോൻ പറഞ്ഞു തുടങ്ങിക്കോ. ഇല്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും. ക്രിസ്റ്റിക്ക് ഈ സൈസ് കുരുട്ടുബുദ്ധി ഒന്നും അവനില്ല. നേരെ വാ നേരെ പോ. അന്നേരം കുരുട്ടുബുദ്ധി അവനുപയോഗിച്ച് അവളെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ നീ 2 എണ്ണം അല്ല വേറെ ആരും പറഞ്ഞു കൊടുക്കത്തില്ല. നല്ലപോലെ എനിക്ക്. അതുമാത്രമല്ല, നിന്നെ 2നെ ആ സ്പോട്ടിൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ. ഒരു ഡൗട്ട് അന്നേരം അടിച്ചും കുറച്ച് മുമ്പിൽ അവിടെ വായിന്ന് വീണത് കേട്ടപ്പോഴേ എനിക്ക് ഉറപ്പായി നീ 2 എണ്ണവാ അവന് വേണ്ടാത്തതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് മോൻ ആ വള്ളി പുള്ളി തെറ്റാതെ മൊത്തം കാര്യങ്ങളും പറഞ്ഞു. ഓം പറഞ്ഞു നിർത്തിയതും രുദ്രൻ പറഞ്ഞു തുടങ്ങി. അന്ന് ഏട്ടൻ ക്രിസ്റ്റിയെ കാണാൻ പോയില്ലേ? അലങ്കൃതിക്കും അശോകിനും ഒരു പണി കൊടുക്കണമെന്നും പറഞ്ഞ് ഏട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയത് തൊട്ട് പിന്നാലെ തന്നെ ക്രിസ്റ്റി ഏട്ടൻ ഞങ്ങളെ വിളിച്ചിരുന്നു. അതും കോൺഫറൻസ് കോളിൽ. അലങ്കൃതയെ സ്വന്തമാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം, ഒരു കുരുട്ട് വഴി പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞ്. പക്ഷെ ചിലവ് മൊത്തം നടത്തണമെന്ന് ഞങ്ങളുടെ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുരുട്ട് ബുദ്ധി പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് ആദ്യത്തെ 2-3 ദിവസം അലങ്കൃതയ്ക്കും മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആണോ, അതിനൊക്കെ ഡ്രഗ്സിന് അടിമയാണോ, പിന്നെ ഇല്ലീഗലായിട്ട് ആരെങ്കിലുമായിട്ട് ഫിസിക്കൽ റിലേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു 3-4 ദിവസം ഞങ്ങൾ അവളെ പിന്തുടർന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പുറമേ പറയുന്നെങ്കിലും അവൾ ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ല, ഫിസിക്കലായിട്ട് ആരോടും കമ്മിറ്റഡ് അല്ല.
ഫിസിക്കൽ റിലേഷൻ ആരുമായിട്ട് വെച്ച് പുലർത്താറുമില്ല. അവളിപ്പോഴും വെർജിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റി ചേട്ടന് ഒരുപാട് സന്തോഷം. ഇത്രയൊക്കെ ഇല്ലീഗലായിട്ട് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടും അവളിപ്പോഴും വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി കാത്തു സൂക്ഷിക്കേണ്ട പവിത്രത അവൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ക്രിസ്റ്റി ചേട്ടന് ഫുൾ സപ്പോർട്ട് കൊടുത്തു. പിന്നീട് ഞങ്ങൾ തിരക്കി പിടിച്ചത് അവളെ ഏതെങ്കിലും ഒരു പാർട്ടിയിലെത്തിക്കുക. പിന്നെ ഞങ്ങൾ അതിനുള്ള അന്വേഷണത്തിനൊടുവിൽ അതിന് ഫലം കാണുകയും ചെയ്തപ്പോഴാണ് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അറിഞ്ഞത്. ആ ബർത്ത്ഡേക്ക് നമ്മുടെ അല്ലുവിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലുവിന് ഫിസിക്കലി അവിടം വരെ എത്താൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനും ക്രിസ്റ്റി ചേട്ടനുമാണ് അന്ന് അവളെയും കൊണ്ട് ആ പാർട്ടിക്ക് പോയത്. അതെപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന് ഏട്ടൻ ഇവിടെ രാവിലെ പോവും വൈകുന്നേരമല്ലേ വരുന്നത്, അതുകൊണ്ടാണ് അറിയാഞ്ഞത്. അല്ലുവിനെ പാർട്ടിക്ക് കൊണ്ടുപോകാൻ ക്രിസ്റ്റി ചേട്ടനും ഉണ്ടായിരുന്നു. ക്രിസ്റ്റി ചേട്ടനാണെങ്കിൽ അല്ലുവായിട്ട് ഒരു ഡിമാൻഡ് വെച്ചിരുന്നു. പാർട്ടിയിൽ ചെല്ലുമ്പോൾ അലങ്കൃതയെ പരിചയപ്പെടുത്തി കൊടുക്കണം. അലങ്കൃതയ്ക്ക് ക്രിസ്റ്റി ചേട്ടനെ അറിയാമെങ്കിലും ഒരു സൗഹൃദം നല്ല രീതിയിലൊന്ന് ബന്ധപ്പെടുത്തി കൊടുക്കണമെന്നായിരുന്നു അല്ലുവിനോട് പറഞ്ഞത്. അത് അല്ലു നല്ല കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അല്ലുവും ക്രിസ്റ്റി ചേട്ടനും ആ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് അടുത്തു. അവർ രണ്ടുപേരും മാറി നിന്ന് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ രണ്ട് ഫുഡ് കഴിക്കുന്നതിനിടയിലാണ് അവൾക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് വേണമെന്ന് പറഞ്ഞ് അത് എത്തിക്കാൻ പറഞ്ഞത് എന്നോട്. അതിനാ ചെറുതായിട്ട് ഇത്തിരി ഡ്രഗ്സ് ഞാൻ ചേർത്തിരുന്നു. അത്രയും ഞാൻ ചെയ്തോളൂ. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം മറന്ന് രണ്ടുപേരെയും കൂടെ ഒരു റൂമിലിട്ട് ഞങ്ങൾ പൂട്ടി. 3-4 ദിവസം അവളുടെ പിറകെ നടന്ന് അവളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ഒരു രാത്രി അന്യപുരുഷനോടൊപ്പം താമസിച്ചത് കൊണ്ട് അവൾ ഒരിക്കലും ക്രിസ്റ്റിയെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും പിന്മാറില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അത് തന്നെ നടന്നു. പിറ്റേന്ന് അശോകിൻ്റെ നേതൃത്വത്തിലായിരുന്നു അവർ കിടന്ന റൂമിൻ്റെ ഡോർ നോക്ക് ചെയ്തതും അതിനകത്ത് നിന്നും ക്രിസ്റ്റി ചേട്ടനെയും അലങ്കൃതയും ഒന്നിച്ച് എല്ലാവരും കണ്ടത്. അത് കണ്ടതോടുകൂടി എല്ലാവരും അവർ തമ്മിൽ വേണ്ടാത്ത ബന്ധങ്ങളുണ്ടെന്ന് വരുത്തി തീർന്നു. അതിനെ തുടർന്നും ഒരുപാട് വിഷമിച്ചാണ് അന്ന് അലങ്കൃത ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 2 ദിവസത്തിന് ശേഷം അലങ്കൃതയെ ക്രിസ്റ്റി ചേട്ടനെ വിളിച്ച് ഇങ്ങോട്ട് പറയാം, നമുക്ക് വിവാഹം കഴിക്കാം. അത് കേൾക്കേണ്ട പാതി നമ്മുടെ ക്രിസ്റ്റി ചേട്ടൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ വിവാഹം നടന്നത്. അന്നേരം ഇതാണ് അവൻ പറഞ്ഞത്, ബെടക്കാക്കി തനിക്കാക്കുക അല്ലേ. ഇപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എനിക്ക് മനസ്സിലായത്. എന്തായാലും അവനെ ഒന്ന് കാണട്ടെ.